നമസ്കാരം. CPIMന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഒരു മന്ത്രി, 3 MLAമാർ, 3 ജില്ലാ സെക്രട്ടറിമാർ അടങ്ങുന്ന പ്രബലമായ സ്ഥാനാർത്ഥി പട്ടികയാണ് CPIM ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. മലപ്പുറം, പൊന്നാനി, എറണാകുളം, ചാലക്കുടി സീറ്റുകളിലാണ് ഇനി തീരുമാനം അറിയേണ്ടത്. അതിലേക്കുള്ള സാധ്യതാ പട്ടികയാണ് നമ്മളിപ്പോൾ വിശകലനം ചെയ്യുന്നത്. നോക്കാം ആരൊക്കെ എവിടേക്ക് എന്ന്. ആറ്റിങ്ങലിൽ അഡ്വക്കേറ്റ് വി ജോയ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. തിരുവനന്തപുരം CPIMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സാധ്യത തള്ളിക്കളയാനാവുന്നതല്ല. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിനാണ് അവസരം ലഭിക്കുക. 4 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താഞ്ഞത്. ബാക്കി എല്ലായിടത്തും തീരുമാനമായതിനാൽ എത്രയും പെട്ടെന്ന് ഒരാളുടെ പേരിലേക്ക് എത്തിച്ചേരുന്ന പ്രക്രിയ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ശ്രമകരമാണ്. ചാലക്കുടി തിരിച്ചുപിടിക്കാൻ രവീന്ദ്രനാഥിന് കഴിയും എന്ന ഉറപ്പാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ലീഗിന്റെ സ്വന്തം കോട്ടകളായ പൊന്നാനിയിൽ KT ജലീലാണ് രംഗത്തിറങ്ങുന്നത്. മലപ്പുറത്ത് V അബ്ദുറഹ്മാൻ ആയിരിക്കും സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കൂടുതൽ. കൊല്ലത്ത് നടനും 2 തവണ MLAയുമായ മുകേഷിനാണ് കളത്തിലിറക്കുന്നത്. പല പേരുകൾ ഇവിടെ മിന്നിമാഞ്ഞെങ്കിലും കൊല്ലത്ത് മുകേഷ് തന്നെയാണ് മത്സരിക്കുക. ജനപ്രിയനും മണ്ഡലം പരിചിതനെന്നും പ്രമുഖൻ എന്ന നിലയിലും മുകേഷിനെ പരിഗണിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനാണ് സ്ഥാനാർത്ഥിത്വം. മുതിർന്ന നേതാവെന്ന പരിഗണനയുണ്ട്. ആലപ്പുഴയിൽ AM ആരിഫ് തന്നെയാണ് മത്സരിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ആരിഫിനെ മുൻനിർത്തി കളിക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. പാലക്കാട് A വിജയരാഘവനാണ് മുൻതൂക്കം. ആലത്തൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ CPIMന്റെ ജനകീയ മുഖവും മന്ത്രിയുമായ K രാധാകൃഷ്ണനെയാണ് മത്സരിപ്പിക്കുന്നത്. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥി വിഷയം ചർച്ച ചെയ്തെങ്കിലും തീരുമാനം ഇതുവരെ ആയിട്ടില്ല. സ്ഥാനാർത്ഥി പട്ടിക വീണ്ടും ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പള്ളി, KS അരുൺകുമാർ എന്നിവരുടെ പേര് പാർട്ടി സ്ഥാനാർത്ഥിയായി ചർച്ചയ്ക്ക് വന്നു. ഇതിനു പുറമെ പൊതുസമ്മതനെ കൂടി നോക്കുന്നുണ്ട്. KV തോമസിന്റെ മകൾ രേഖ തോമസിന്റെ പേര് പുറമെ ചർച്ചയായെങ്കിലും പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്തിട്ടില്ല. വനിതാ പ്രാതിനിധ്യം കൂടുമോ എന്നും കണ്ടറിയണം. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും സ്ത്രീകളുടെ പേരും ഇനിയും കടന്നു വന്നേക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് സൂചന. കൂടാതെ സാജു പോൾ, BD ദേവസി എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. മഞ്ജു വാര്യരെ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആ നീക്കത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തതകൾ വന്നിട്ടില്ല. ഇതിനു മുൻപ് ഇന്നസെന്റ് മത്സരിച്ച് വിജയിച്ച ചരിത്രമാണ് സിനിമാ താരത്തെ ഇറക്കിയുള്ള പരീക്ഷണം നടത്താമെന്ന ആലോചനകൾക്ക് പിന്നിലെ കാരണം. ഇതുവരെയും മഞ്ജു വാര്യർ ഔദ്യോഗികമായി ഇതിൽ പ്രതികരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു സിനിമാ താരവും കൂടി ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നതായിരിക്കും.